പരിചയപ്പെടുത്താൻ പോകുന്ന ഗൂഡല്ലൂരിൽ പുതുതായി തുടങ്ങിയ ഒരു 3 മാസത്തോളമായിട്ടോ നമ്മളൊരു സുഹൃത്തിൻ്റെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോവും പിന്നെ അതോട് ഒപ്പം നമ്മളെ ബൈക്കിന് ചെറിയൊരു മോഡിഫിക്കേഷൻ ഇവിടെ ചെയ്യണൊരു വീഡിയോ ആണ്. ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷന് നമ്മളെ ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ റോഡിൽ ഹോണ്ട ഷോറൂമിൻ്റെ ഒക്കെ നേരെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ഷോപ്പിൻ്റെ ഓണർ ജിജോ. ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമ്മളെ ജിജോനോട് അന്വേഷിക്കട്ടെ. ടൂ വീലർ ബുള്ളറ്റ് എല്ലാം ഉണ്ട്. ആക്സസറീസ് മാത്രം ഉണ്ട്. മറ്റേ സ്പെയർ എന്ന് പറയുമ്പോൾ കേബിൾ, ബ്രേക്ക് ഷൂ, ഓയിൽ അങ്ങനത്തെ. 4 വീലിൻ്റെ ഉണ്ടോ? 2 വീലല്ല, ഓൺലി 2 വീലർ. 2 വീലറിലെ ഇവിടുന്ന് സാധനങ്ങൾ എന്തുവാണെങ്കിലും വാങ്ങിയാലും നമ്മളെ തുണക്കാരൻ്റെ കടയുണ്ട് നേരെ ഓപ്പോസിറ്റുള്ളത് ലാമിയ മോട്ടോഴ്സ് പറഞ്ഞിട്ട് ഇവിടുന്ന് വേണ്ട ഫിറ്റിങ് കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ അവിടെ നിന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാമെന്നുള്ളത്. വണ്ടിയുടെ സ്പീക്കേഴ്സ് ഓവർ ഷേപ്പ് ടൈമിങ്, പിന്നെ നമ്മുടെ സ്ക്രീൻ മിററിൽ വെക്കുന്ന ഡിസ്പ്ലേ, പിന്നെ ടച്ചല്ലേ? ടച്ചാണത്. അതിൽ മറ്റേ വീഡിയോ ഉണ്ട്, ആൻഡ്രോയിഡ്, ആപ്പിൾ കണക്ടറാണ്, iOS കണക്ടർ, ഡബിൾ ഡിം ഉണ്ട്. എല്ലാം മറ്റേ LM-Tech ബ്രാൻഡാണ്, 1 ഇയർ ഗ്യാരണ്ടി ഉള്ളത്. പിന്നെ അസ്യൂസിൻ്റെ സ്പീക്കേഴ്സ് 6 ഇഞ്ച് 4 ഇഞ്ച്, പിന്നെ അതേപോലെ ഡെല്ലിൻ്റെ ഫോഗ് ലാംപ്സ്. ഇതാണ് വണ്ടിയുടെ എല്ലാ വണ്ടിയുടെയും സൈസ് വരുന്ന സ്മോൾ, മീഡിയം, ലാർജ് എല്ലാം. സ്റ്റീറിംഗ് കവറുണ്ട്, പിന്നെ ബോഡി കവർ, കാർ ആൻഡ് ബൈക്ക്, ബുള്ളറ്റ്. ബൈക്കിൻ്റെ കവറുണ്ട്. ഉണ്ട്, ബൈക്കിൻ്റെ കവറുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് റെസ്റ്റ് ഇതുപോലെ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ബമ്പറിൻ്റെ ടാഗ് പ്രൊട്ടക്ടർ. നമ്മുടെ ബാക്ക് പെയിൻ യൂസ് ചെയ്യുന്നതാണ് കാറിൽ പോകുമ്പോൾ. ഇതിൻ്റെ പ്രൈസ് 200 വരുന്നത്. നല്ല ഐറ്റമാണ്, നമുക്ക് ലോങ്ങർ പോകുമ്പോൾ നല്ല യൂസേജ് ആയിരിക്കും. ഇത് ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചൊരു സാധനം. ഇത് ശരിക്കും നമുക്ക് നല്ല യൂസ്ഫുള്ളൊരു സംഭവം. നമുക്ക് ലോങ്ങൊക്കെ പോകുമ്പോൾ ബാക്കിൽ സീറ്റിൽ ഫിറ്റ് ചെയ്താൽ നല്ലൊരു സപ്പോർട്ടറായിട്ട് നമുക്ക് ബാക്ക് പെയിനൊന്നും ഇതില്ല. ഏത് വണ്ടിക്ക് വരുന്നതാ? ഇതിൻ്റെ സൗണ്ട് എങ്ങനെയൊക്കെയാണ്? സൂപ്പർ സൗണ്ടാണ്. SC പ്രൊജക്റ്റ്, പിന്നെ ആക്രോപോവിക്, എല്ലാ ബ്രാൻഡ് സാധനങ്ങളുണ്ട് അല്ലേ? സ്റ്റഡുണ്ട്, റെഗയുണ്ട്, പിന്നെ ലോക്കൽ ഹെൽമെറ്റ് വേണമെങ്കിൽ അതും ഉണ്ട്. സ്റ്റാർട്ടിങ് 800 പ്രൈസ്. 800 തൊട്ടുണ്ട് അല്ലേ? നമുക്ക് വേണ്ട എല്ലാതരം അത്യാവശ്യം ബ്രാൻഡായിട്ടുള്ള ലോക്കലായിട്ടുള്ള എല്ലാ ഹെൽമെറ്റുകളും ഉണ്ടല്ലോ. ഹെൽമെറ്റൊക്കെ വാങ്ങുമ്പോൾ മാക്സിമം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വാങ്ങണം അല്ലേ? നമ്മുടെ മറ്റേ
ബജാജ് പൾസറിൻ്റെ ആണ്. വൈസർ ഒറിജിനലാണ്. ഇതിൻ്റെ പ്രൈസ് 350 ആണ് വരുന്നത്. പിന്നെ അതുപോലെ അത്യാവശ്യം പാഷൻ പ്രോയുടെ സ്പ്ലെൻഡറിൻ്റെ ഇത് ബുള്ളറ്റിൻ്റെ ഒറിജിനൽ ക്രാഷ് കാർഡാ? അതെ. കമ്പനി പോവുകയാണെങ്കിൽ ഈ ക്രാഷ് കാർഡ് നമുക്ക് 3500 വരും. അപ്പം ഞാൻ സെയിൽ ചെയ്യുന്നത് 2.8 2800. അതേപോലെ നമ്മുടെ എഞ്ചിൻ ഗാർഡ് അപ്പാച്ചി R15 ഇത് ഫേസ് ഷീൽഡാണ്. ഇത് വിംഗ്ലെറ്റുകൾ നമ്മളെ ബുള്ളറ്റിന് വെക്കണ ഹെഡ്ലൈറ്റിൽ വെക്കണ സാധനമല്ലേ? അതെ, ഗ്രിൽ സെറ്റ്. ഇത് നമ്മുടെ ബാഗും നമ്മുടെ ബുള്ളറ്റിൻ്റെ സൈഡ് ബാഗ് വാട്ടർ പ്രൂഫാണ്. അതെ. നമ്മുടെ സോളാറാണ്, വിത്ത് പെർഫ്യൂമാണ് വരുന്നത്. ഇതിൽ പെർഫ്യൂം ഉണ്ടാവും. നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ എൻ്റെ വണ്ടിയുടെ ഡാഷ്ബോർഡിലല്ലേ? അതെ, ഡാഷ് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ആവും. ഇത് നമ്മുടെ ബുള്ളറ്റിൻ്റെ ക്യാരിയറാണ്, വാട്ടർ ബുഷിലൊക്കെ. നമ്മളിപ്പോൾ വണ്ടിമല്ലത് ജസ്റ്റ് ഒരു ചെറിയ ഒരു ഒരാൾക്ക് ശരിക്കും ഇരുന്നാലും ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു കരിയറാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സാധനം. ഇത് നമ്മളിങ്ങനെ ഫിറ്റ് ആക്കണം. നമ്മൾ വണ്ടിയിൽ ചെറുതായിട്ട് അൾട്ടറൊക്കെ ചെയ്തിട്ടോ. അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന ഈ ഒരു സംഭവം മാറ്റിയിട്ട് കമ്പനി തരുന്ന ചെറിയൊരു സപ്പോർട്ടർ ആയിരുന്നു. അത് ശരിക്കും നമുക്ക് ബാക്കിൽ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു സംഭവം മാറ്റി. പിന്നെ ഹാൻഡിൽ വൈബ്രേറ്ററാണ്. ഇതിനെ കുറിച്ച് പറയാം. ഈ ഹാൻഡിൽ വൈബ്രേറ്റർ 60 സ്പീഡിലൊക്കെ നല്ല വൈബ്രേഷൻ ഉണ്ടാവും. ബുള്ളറ്റിന് പൊതുവെ ഇച്ചിരി വൈബ്രേഷൻ കൂടുതലാണ്. അതെ, അപ്പോൾ ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20-30% നമുക്ക് വൈബ്രേഷൻ കമ്മിയാവും. ഹാൻഡിൽ വൈബ്രേഷൻ കമ്മിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട്. സിമ്പിൾ സാധനമാണ്. ഇതിന് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? 300 ഈ ഒരു സംഭവത്തിന് നല്ല റിസൾട്ട് കിട്ടുന്ന പറഞ്ഞു. നമുക്ക് ഏകദേശം ഇതും പാടെ നമ്മൾ സെറ്റാക്കി നമ്മൾ കൊണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഏകദേശം ഒരു ബൈക്കിന് അല്ലെങ്കിൽ 4-wheeലിന് വേണ്ടിയ അത്യാവശ്യം വേണ്ടിയ മോഡിഫിക്കേഷൻ നോർമലായിട്ടില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം റേറ്റ് നോർമൽ നിൽക്കാറല്ലേ? മറ്റേ റെയിൻ ഗാർഡ് ആണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് 750 അതുപോലെ വീൽ കപ്പ് 950, അതുപോലെ ലൈഫ് ആയാലും സ്റ്റാർട്ടിങ് 250. കൂടുതലൂർ ഒരുപാട് അതേപോലത്തെ ഷോപ്പുകൾ ഉണ്ടെങ്കിലും ജസ്റ്റ് നമ്മളെ ഈ ഒരു സുഹൃത്തിൻ്റെ കടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവശ്യമുള്ള സാധനങ്ങൾ റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കും അല്ലേ? നമുക്കിപ്പോൾ കഴിയുന്ന റേറ്റ് ആണെങ്കിൽ മാക്സിമം ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് എല്ലാവരും ഒന്ന് വാങ്ങി എല്ലാവർക്കും ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് ഇല്ല. അപ്പോൾ മാക്സിമം ആവശ്യക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ഷോപ്പിന് നമ്മുടെ വീഡിയോ വരുന്നതാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ചെറിയ റിവ്യൂ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു സംഭവമാണിത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു എപ്പിസോഡിൽ കാണാം.